ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് ദാസ്, അപൂർവദാസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആദ്യഘട്ടം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു റിമെമ്പർ ബിഫോർ യു എൻറ്റർ ദ എക്സാം ഹാൾ ഫോർ സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 28/6 ഈ മാസം 28-ാം തീയതിയാണ് എക്സാം. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം, നിങ്ങൾക്കറിയാം. അപ്പോൾ കഴിഞ്ഞ പരീക്ഷ നമ്മൾ വ്യക്തമായി കണ്ടതാണ് എങ്ങനെയായിരുന്നു, എന്തെല്ലാമായിരുന്നു. ആ പരീക്ഷ നോക്കിക്കൊണ്ടും ജനറലായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ രണ്ടാം ഘട്ട എക്സാം എഴുതേണ്ടത് എന്ന് വളരെ വേഗത്തിൽ വളരെ കൃത്യമായ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ ഘട്ടം അല്ലേ? അപ്പോൾ വാട്ട് ഷുഡ് ഐ ഡു എന്നൊരു സംശയത്തിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരു പരീക്ഷയും, അത് ഈ ഒരു പരീക്ഷ എന്ന് മാത്രമല്ല, ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുന്ന സമയത്തും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് തൊട്ട് മുൻപത്തെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കിട്ടുമെങ്കിൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ PYQs അല്ലെ, അതുമായിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള പരീക്ഷകൾ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ ഒരു കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാം 2025 എഴുതാൻ പോകുന്ന ഒരാൾ തൊട്ട് മുൻപത്തെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻസ് എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് നോക്കുക. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് സ്റ്റേജിനെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ചെയ്യാം. നിങ്ങളുടെ ആണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അക്കാഡമിക്സ് PSC നിങ്ങൾക്ക് തരുന്നത് ഒരു 4 hours 34 minutes ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്തിടാം. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ, എക്സ്പ്ലനേഷൻ എല്ലാം അടങ്ങുന്ന ഒരു വളരെ ദീർഘമായിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ സ്റ്റേജ് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പോയി കാണാം. അല്ല, ഇനി നിങ്ങൾക്ക് സ്വയമേവ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? കാരണം പലപ്പോഴും ഒരു സ്റ്റേജ് എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റേജിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് അതുപോലെയും ചിലപ്പോൾ ഓപ്ഷൻസിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്ത് എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ ആക്കിയിട്ടും ഒക്കെ ധാരാളമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് സ്വയം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൃത്യമായി ഒന്ന് കണ്ടുപോവുക. വേണമെങ്കിൽ ഒരു 2x സ്പീഡിൽ ഇട്ടോളൂ. മനസ്സിലാവുന്നുണ്ടോ? 2x സ്പീഡിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഓടിച്ചൊന്ന് കാണാനായിട്ട് എന്ത് ചെയ്യുക എങ്കിലും ശ്രമിക്കുക. സോ ദാറ്റ് അത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഉപകാരപ്പെടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള ഈ ഭാഗത്ത് എന്ത് പഠിക്കണം? ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ആയിരുന്നു. ഒരു കുട്ടി ഇങ്ങനെ, സാർ അവസാന സമയമാണ്, കുറച്ച് കാരണങ്ങൾ കൊണ്ട്, പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് പഠിക്കാനായിട്ട് സാധിച്ചില്ല, കുറേ അധികം, എന്ത് ചെയ്യും? നേരത്തെ പഠിച്ചിരുന്നു, കുറച്ച് മുമ്പ് നല്ല രീതിയിൽ ഫോളോ ചെയ്തിരുന്നു, പക്ഷെ പിന്നീട് ഇടയ്ക്ക് വെച്ചൊന്ന് വിട്ടുപോയി, എന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുക എനിക്ക്? അതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞ അതേ ആൻസർ ഞാൻ നിങ്ങളോടും പറയുകയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്ട്രോങ് ഏരിയാസ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു പോകരുത്, പുതിയ ഏരിയാസ്, ന്യൂ ഏരിയാസിലേക്ക് കടക്കാനായിട്ട് ഇനി ശ്രമിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം അതിന് കുറേ സമയം പോകും. അത്രയും ആ പുതിയൊരു ഏരിയ പഠിച്ചിട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഉറപ്പുണ്ടോ? അതിനേക്കാൾ നല്ലത് എന്താണ്, നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ ഏതാണ്ട് ഓക്കെ ആണെന്ന് തോന്നുന്ന ഏരിയകൾ സ്ട്രോങ് ആക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് അതിന് തെറ്റിക്കില്ല എന്ന രീതിയിലേക്ക് പഠിക്കാൻ പോവുക. അത് ആവശ്യത്തിന് ഒരു ദിവസം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബബിലിറ്റി തോന്നുന്ന ഏരിയകളിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ 5-year പ്ലാനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ഒന്നുകൂടി സാധ്യത കൂടുതലാണ് അല്ലെ. എക്കണോമിക് പ്ലാനിൽ നിന്ന് അത് എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല, അതൊന്ന് നോക്കാം. അതൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, എന്താ പറയുക, ലോജിക്കൽ ആയിട്ടുള്ള എന്താണ് ഒരു പുതിയ ഏരിയ ആയിട്ട് വേണമെങ്കിൽ നോക്കാൻ പറ്റും. നമുക്ക് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്. പക്ഷെ അല്ലാതെ വെറുതെ ഒരു കാർഡടച്ച് എന്ത് ചെയ്യരുത്, കുറേ പുതിയ ഏരിയ ഇരുന്ന് വായിക്കാനായിട്ട് നിൽക്കരുത്. അതൊന്നാമത്തെ കാര്യമായിട്ട് ഓർക്കുക. കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്ട്രോങ് ഏരിയാസ്. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുന്നത്, ഹിസ്റ്ററി നിങ്ങൾക്ക് സ്ട്രോങ് ആണ്, അതിൽ നിന്ന് ടോട്ടലി 10 മാർക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വേൾഡ് ഹിസ്റ്ററി ഒന്ന് വേഗം വായിച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലേ. ഇന്ത്യൻ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയൊക്കെ എടുക്കുന്ന സമയം വേൾഡ് ഹിസ്റ്ററിക്ക് എടുക്കില്ല. കാരണം അത്രയൊക്കെ ഉള്ളൂ. യുണൈറ്റഡ് നേഷൻസ് ഉണ്ട് അല്ലെ, വേൾഡ് വാറിൻ്റെ ഉണ്ട്, പിന്നെ റവല്യൂഷൻസ്, ഗ്ലോറിയസ് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസും സൗത്ത് അമേരിക്ക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മെയിൻ പോയിന്റ്സ് എല്ലാം വളരെ വേഗത്തിൽ വായിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഒരു 2 മുതൽ 3 വരെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവിടെ നിന്നും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് വേഗത്തിൽ ഓടിച്ചിട്ടോ ഒരു 2-3 മാർക്ക് ഉറപ്പിക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കും. നിങ്ങൾക്കത് വേഗത്തിൽ തീർക്കാൻ പറ്റുമെങ്കിൽ പറയുകയാണ്. ഈ രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. പുതിയ ഏരിയകളിലേക്ക് പോകാൻ നിൽക്കേണ്ട എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എവിടെയാണ്, ഇനി നിങ്ങൾ സമയം ഇടുകയാണെങ്കിൽ ഏറ്റവും ലോജിക്കലി ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ഓൺ ഇംഗ്ലീഷ് ആൻഡ് M3. എന്താണ് M3? ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം 20 മാർക്കുണ്ട്. പിന്നെ ബാക്കി ഒരു 30 മാർക്കും കൂടി ചേരുന്നത് മാത്സ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് മലയാളം അല്ലേ? ഈ 3 എമ്മുകളാണ് M3 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇംഗ്ലീഷും M3യും കൂടി 50 മാർക്കാണ് നിങ്ങൾക്ക് തരുന്നത്. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു? 43 ആയിരുന്നു പ്രിലിംസിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒരിക്കലും നടത്താറില്ല എന്ന്. എന്നാലും നമ്മളോട് ചോദിച്ച കുട്ടികളോട് പറഞ്ഞിരുന്നു 45+ കിട്ടിയാൽ എന്ത് ചെയ്യൂ, പ്രിപ്പറേഷൻ തുടങ്ങൂ എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കട്ട് ഓഫ് പറയുകയല്ല, എഗെയിൻ ഞാൻ പറയുന്നു, നമ്മൾ കട്ട് ഓഫ് പറയൽ അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല. 45+ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ജസ്റ്റ് തുടങ്ങിയേക്കൂ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, കാരണം നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ എന്താണ് ഇതാണ് കട്ട് ഓഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് പറയാത്തതാണ്. ഓക്കെ, ഇനി 50 മാർക്ക് ഇവിടെ നിന്ന് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയുമാണ് അല്ലെ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. കാരണം ഇനി മറുഭാഗത്ത് 50 മാർക്ക് നോക്കൂ, ഓരോ വിഷയവും നിങ്ങൾക്ക് പഠിച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ മാർക്ക് വെയിറ്റേജും അതെടുക്കാൻ പോകുന്ന സമയവും നോക്കിയാൽ വളരെയധികമുണ്ട്. പിന്നെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് സ്റ്റേജിൽ പൊളിറ്റി വളരെ ഈസി ആയിരുന്നു. അതിനർത്ഥം ഇനി എല്ലാം പൊളിറ്റി നന്നായിട്ട് വായിച്ചു പോകാമെന്നാണോ? ചിലപ്പോൾ പൊളിറ്റി കഴിഞ്ഞ കുറേ അധികം എക്സാമുകളിലായിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ, കുറച്ച് എന്താ പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയോ DPSPയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ, അങ്ങനെ കുറച്ചധികം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കഴിഞ്ഞ സ്റ്റേജ് 1 ചോദിച്ച എക്സാം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ ഏതായിരുന്നു, അത് തുടങ്ങിയത് തന്നെ ഏതായിരുന്നു, ഡിഫെക്ഷൻ്റെ വെച്ചിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ പിന്നെ പൊളിറ്റിയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിരക്കച്ചവടം നടത്തുന്ന ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡിഫെക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റൻസ് വരലുണ്ട് എപ്പോഴും അല്ലേ? അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എളുപ്പത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് പൊളിറ്റിക്ക് പറ്റുമെങ്കിൽ മാത്രം അതിലേക്ക് ഇനി പോകാൻ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ തവണത്തെ സ്റ്റേജ് ഒന്ന് വളരെ കൃത്യമായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, പല ക്വസ്റ്റ്യൻസും ഓപ്ഷൻസിലെ ഭാഗങ്ങളുമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പിന്നീട് വരുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്ട്രോങ് ഏരിയാസിൽ മാത്രം ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുക. പുതിയതായിട്ടൊരു വലിയൊരു സാഗരം പഠിക്കാനായിട്ട് ഇനി പോകാൻ ഒരിക്കലും നിൽക്കരുത്. അത് മണ്ടൻ പരിപാടിയായി മാറാൻ നല്ല സാധ്യതയുണ്ട്, സമയം വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് എന്താണ്, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ആൻഡ് M3 രണ്ടും കൂടിയിട്ട് 50 മാർക്കാണ്. രണ്ടും കൂടിയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവയെല്ലാം കൂടിയിട്ട് 50 മാർക്കാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഇനി അടുത്തത് ഒന്നാം സ്റ്റേജിലെ പ്രധാനപ്പെട്ട പ്രശ്നക്കാരൻ അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. പ്രശ്നക്കാരൻ എന്ന് പറച്ചിലാണുള്ളത്, പ്രശ്നക്കാരനല്ല സത്യം പറഞ്ഞു കഴിയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിറയെ വരുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും, എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു, ആ ഭാഗത്തുള്ള ഞാൻ കഴിഞ്ഞ തവണത്തെ അനാലിസിസിലും പറഞ്ഞൊരു പ്രധാന കാര്യമാണ്, ഇപ്പോഴും ടെലിഗ്രാം ചാനലിൻ്റെ ഉള്ളിൽ തുടർച്ചയായി പറയുന്നൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. നമ്മളിപ്പോഴും ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത്, ഇപ്പോഴും നമ്മൾ ക്വിസുകൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കോഴ്സിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്, നിങ്ങളത് എക്സാം ആയി തന്നെ എഴുതണം. എന്താണ് എക്സാം ആയി തന്നെ എഴുതണം? നമ്മൾ ലിങ്ക് തരാറുണ്ട് നമ്മുടെ സൈറ്റിൽ കയറി എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നിങ്ങൾ ആ 30 ക്വസ്റ്റ്യൻസ് ഒരു 22 മിനിറ്റോ 23 മിനിറ്റോ എടുത്ത് പരീക്ഷയായി ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതിന് PDF ആയിട്ട് കണ്ട് വെറുതെ PDF വായിച്ചിട്ട് ഞാനങ്ങ് പോവാം ഈ എക്സാമിൻ്റെ എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കും, PDF-കൾ തീരില്ല, ക്വിസുകൾ തീരില്ല. പക്ഷെ പരീക്ഷയായി നിങ്ങളത് എഴുതുന്ന സമയത്ത് അത്രയധികം മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് ഉറയ്ക്കുന്ന പോലെ മറ്റൊരു സമയത്തും ഉറയ്ക്കാൻ പോകുന്നില്ല. നിങ്ങളത് പരീക്ഷയായി എഴുതുന്നു, ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതും ഞാൻ പറയാറുണ്ട് അല്ലേ, എന്താണ്, കീയും എക്സ്പ്ലനേഷനും വായിക്കണം. കീയും എക്സ്പ്ലനേഷനും വായിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എഴുതിയ പരീക്ഷ പൂർത്തിയാവുന്നുള്ളൂ. നിങ്ങൾക്ക് 30-ൽ 30 മാർക്ക് കിട്ടിയാലും നിങ്ങൾ കീയും എക്സ്പ്ലനേഷനും എക്സ്ട്രാ പോയിന്റുകളും വായിക്കണം. ആ PDF-ൻ്റെ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അവസാനം നമ്മൾ എക്സ്ട്രാ പോയിന്റുകൾ, ഓപ്ഷൻസിൻ്റെ അതിൻ്റെ താഴത്തെ ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള എക്സ്ട്രാ പോയിന്റുകൾ നമ്മൾ നിങ്ങൾക്ക് തരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടത് പലപ്പോഴും ഈ സ്റ്റേജ് 1 അല്ലേ, സ്റ്റേജ് 1 എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മിഡീവൽ പീരീഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അല്ലേ? അപ്പോൾ ബുലന്ദ് ദർവാസയെക്കുറിച്ച് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വിസിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ആ ഭാഗം ക്വിസിലും അതിൻ്റെ എക്സ്പ്ലനേഷനും വായിച്ച ആളുകൾക്ക് അത് സുഖമായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ കീ ആൻഡ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കൂടി ചേർത്ത് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ടെസ്റ്റ് സീരീസ് എക്സാമുകൾ എന്ത് ചെയ്യുന്നത്, പൂർത്തിയാവുന്നത് എന്ന് പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം വന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നതാണ്. ഒന്നാമത്തെ നിർദ്ദേശം ഞാൻ ചോദിച്ച മെസ്സേജ് അയച്ച ആളുകളോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു, യു ഹാവ് ടു കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അതൊരു ശീലമാക്കി മാറ്റണം. ഞാൻ 70 വരെ എത്തി, ഞാൻ 75 വരെ എത്തി, ഞാൻ 80 വരെ എത്തി, നോ, പാടില്ല. അപ്പോൾ ചോദിക്കും, സാർ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് എത്തുക? അപ്പോൾ ഹൗ ടു ഡു ഇറ്റ്, അതിനാണ് 3 റൗണ്ട് ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. 3 റൗണ്ട് ഫോർമുല എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്താണ് 3 റൗണ്ട് ഫോർമുല എന്ന് പറയുന്നത്? R1, R2, R3. R1 അഥവാ റൗണ്ട് 1 നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക. ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പം അതായത് നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8 ഈ എക്സാമിൽ മൊത്തം 8 ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുക, സങ്കല്പിക്കുക. എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, അറിയില്ല, ടെൻഷൻ ആവണ്ട. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, അറിയുന്നില്ല, ഓക്കെ, ഒരു പിടുത്തവും ഇല്ല, അതെന്താണ് നിങ്ങൾ കേട്ടിട്ട് പോലുമില്ല, അതിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ അറിയുന്നില്ല, നിങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി, പറ്റുന്നില്ല, എന്ത് ചെയ്യുക, അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഒരു D ഇട്ട് വെക്കുക, ഡിഫിക്കൽട്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയണം. അതായത് പിന്നീട് നിങ്ങൾ വരുമ്പോൾ വീണ്ടും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് എന്താണ്, കുറച്ച് ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാവുണ്ടോ? ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ, വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും, പക്ഷെ സമയം കളയണ്ട. അതിൻ്റെ മുകളിൽ സൈഡിൽ എന്ത് എഴുതുക, F എന്ന് എഴുതി വെക്കുക. ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്, സാധ്യതയുണ്ട് എന്നാണ് അതിനർത്ഥം. മൂന്നാമത്തെ നോക്കി എളുപ്പമാണ്, ആൻസർ ചെയ്തു പോയി, മനസ്സിലാവും. നാലാമത്തെ നോക്കി അറിയാം, ആൻസർ ചെയ്തു പോയി. ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വേഗം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലും കൈൻഡ് ഓഫ് ഫെമിലിയർ ആണ്, കിട്ടാൻ സാധ്യതയുണ്ട്, എന്നാൽ ഇപ്പോൾ ഉറപ്പില്ല എന്നുള്ളതിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ അധികം സമയം കളയുന്നില്ല. പക്ഷേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, വായിക്കുമ്പോൾ ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ വായിച്ചു, നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് ക്വസ്റ്റ്യൻ, പക്ഷേ സമയം വേസ്റ്റ് ആക്കുന്നതിൽ അടുത്തേക്ക് പോയി നിങ്ങൾ, മനസ്സിലുണ്ടോ? ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 100 ക്വസ്റ്റ്യൻ നിങ്ങളിങ്ങനെ വായിച്ചെത്തിയിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, 100 ക്വസ്റ്റ്യൻ നിങ്ങളിങ്ങനെ വായിച്ചെത്തിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താ ഗുണം, നിങ്ങൾക്ക് മാർക്ക് ഷുവറായിട്ടും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ മിസ്സാക്കില്ല. അതായത് നിങ്ങൾക്ക് ഷുവറായും കിട്ടുന്ന ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എക്സാം കഴിഞ്ഞ് പോയി അവസാനം നോക്കിയിട്ട് അയ്യോ അവസാനത്തെ 15 ക്വസ്റ്റ്യനിൽ എനിക്കൊരു 7 എണ്ണം ശരിയാവുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. 7 മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ക്വാളിഫൈഡ് ആയി നിങ്ങൾ സേഫ് സോണിലേക്ക് പോകുന്നതാണ് ഈ 7 മാർക്കുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവസാന 15 എണ്ണത്തിൽ 7 മാർക്ക് എനിക്ക് അറിയാമായിരുന്നു, പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഈ 100 എണ്ണവും നോക്കി എത്തിയിരിക്കും. അറിയാത്തതിൽ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ച് സമയം കളയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആർ നിങ്ങൾ കറക്റ്റായി നടപ്പിലാക്കിയാൽ നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞ് ഇത് പറയേണ്ടി വരില്ല. അതായത് അയ്യോ ഞാൻ ഓടിയെത്തിയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമേ വരില്ല. ചിലപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഭാഗ്യമുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നാൽ നിങ്ങൾ ചിലപ്പോൾ കട്ട് ഓഫ് അങ്ങ് ക്ലിയർ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇനി കട്ട് ഓഫ് ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കും, കുഴപ്പമില്ല. എക്സാം ടഫാണെങ്കിൽ അത് എല്ലാവർക്കും ടഫാണെന്ന് പ്രത്യേകം ആലോചിക്കുക. സോ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, നമ്മൾ പോയി അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്തു, DMF മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് വി പ്രൊസീഡഡ്. നമ്മൾ എന്ത് ചെയ്തു, വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് മാർക്ക് ആൻഡ് പ്രൊസീഡ്. ഈ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് തന്നെ പ്രൊസീഡ് ചെയ്യുക. ഒരു DMF എഴുതേണ്ട സമയമേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും എല്ലാം വിട്ടതൊക്കെ വായിക്കണം, അത് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഡിഫിക്കൽട്ട് ഇപ്പം നോക്കണ്ട. സെക്കൻഡ് റൗണ്ട് R2 എന്ത് ചെയ്യുന്നു, നമ്മൾ ഫെമിലിയർ ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഡിയിലേക്ക് നമ്മൾ പോകുന്നില്ല, അപ്പോഴും F മാത്രമാണ് നോക്കുന്നത്. കാരണം എന്താണ്, അതാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഫെമിലിയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയുന്ന എലിമിനേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, ഇൻ്റലിജൻറ്റ് ഗസ്സിങ് നമ്മൾ അതിലേക്ക് നടത്തുന്നു. ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ഫെമിലിയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് പരമാവധി മാർക്കുകൾ വാങ്ങും. അവിടെയാണ് കിട്ടാൻ സാധ്യത കൂടുതൽ ഡിഫിക്കൽട്ടുമായി നോക്കുന്ന സമയത്ത്. റൗണ്ട് 3 മാത്രം എങ്ങോട്ട് പോവുക, ഒരു ഐഡിയയും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോവുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അപ്പോൾ വന്നു അല്ലേ, ഈ 3 റൗണ്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ R3 ഫോർമുല വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സോ യൂസ് ദിസ് R3 ഫോർമുല. R3 ഫോർമുല UPSC എക്സാമുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്. അതായത് അറിയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ ഫിനിഷ് ചെയ്തിട്ട് കിട്ടും, അതായത് ആ പേപ്പറിൽ നിന്ന് എനിക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള മാർക്കുകളെല്ലാം നേടിയിരിക്കണം. അത് വിട്ടുകളയരുത്.
മനസ്സിലാവുന്നുണ്ടോ? അതാണ് എന്ത് ലോജിക് എന്ന് പറയുന്നത്. അത് വൃത്തിയായിട്ട് ചെയ്യുന്നു. അപ്പോൾ R3 ഫോർമുല നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ഇത് പറയുമ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം ഞാൻ 1 മുതൽ 100 വരെ തന്നെ പോകേണ്ടതുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധവുമില്ല. അതല്ല ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എവിടെ എന്ന് ആദ്യം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകണം. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ മലയാളമാണെങ്കിൽ മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുക ആദ്യം. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഇംഗ്ലീഷ് ആണോ, ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ അങ്ങ് ആദ്യം എന്ത് ചെയ്യുക, അങ്ങ് തീർത്ത് വെക്കുക. മാത്സും മെൻ്റൽ എബിലിറ്റിയും ആണോ നിങ്ങൾ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അതങ്ങ് ഫിനിഷ് ചെയ്ത് ആദ്യം വെക്കുക. പറയുന്ന കാര്യം എന്താണ്, ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതാണോ അത് ആദ്യം ചെയ്ത് എൻകാഷ് ചെയ്ത് അത് പോക്കറ്റിൽ ഇട്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, റിസ്ക് ഉള്ള ഭാഗത്തേക്ക് പോയാൽ മതി. കിട്ടുന്ന സാധനം എന്ത് ചെയ്യരുത്, ഇല്ലാതെ ആക്കരുത് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ? ഇത് പരീക്ഷാ ഹാളിൽ ഓർക്കുക. നിങ്ങൾ ഇതൊക്കെ കേൾക്കും, നിങ്ങളിതൊക്കെ മനസ്സിലാക്കും, പക്ഷെ പോയിട്ട് എന്ത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. അയ്യോ ഈ ക്വസ്റ്റനിൽ എന്തോ ഉണ്ട്, ഒന്നും കൂടി കിട്ടിയാൽ എനിക്കിത് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് 3-4 മിനിറ്റും ഒരു ക്വസ്റ്റനിലിരിക്കും. സമയം പോകുന്നത് അറിയില്ല അവിടെ. കാരണം നിങ്ങൾ വലിയ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ വായിച്ച് തീരുമ്പോൾ 2 മിനിറ്റ് കഴിയും. ഒന്നും കൂടി വായിക്കുമ്പോൾ എന്ത് ചെയ്യും, 4 മിനിറ്റ് കഴിയും. പിന്നെ ഒന്ന് ഊഹിക്കുമ്പോഴേക്കും 1 മിനിറ്റും കൂടി അതിൽ ആഡ് ആകും, 5 മിനിറ്റ് പോവും. മനസ്സിലാവുന്നുണ്ടോ? 5 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ചോദ്യം ചെയ്യാനുള്ള സമയമാണ്. അത് പ്രത്യേകം ആലോചിക്കണം. ഓക്കെ, സോ കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. കംപ്ലീറ്റ് ചെയ്തിരിക്കണം നിങ്ങൾ. എല്ലാ ചോദ്യവും വായിച്ചെത്തിയിരിക്കണം. ഇത് ആലോചിക്കുക, തലയുടെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഉറപ്പിച്ചെടുക്കുക. ഇനി ഡു നോട്ട് സ്പെൻഡ് മോർ ദാൻ 1 മിനിറ്റ് ഓൺ എ ക്വസ്റ്റ്യൻ. ഇതൊരു റൂളാക്കി എടുക്കുക. അതായത് 1 മിനിറ്റിൽ കൂടുതൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കളയില്ല. അത് വെർത്തല്ലെന്ന് മനസ്സിലാക്കുക. കാരണം 100 ചോദ്യങ്ങളുണ്ട്. നമുക്ക് 100 മിനിറ്റ് ഉണ്ടോ? 100 മിനിറ്റ് ഇല്ല ചെയ്യാൻ. പിന്നെ എങ്ങനെയാണ് 1 മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കളയാൻ പറ്റുക? 1 മിനിറ്റിൽ കൂടുതൽ 1 മിനിറ്റിൽ കൂടുതലായി ആ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് വിട്ടേക്കുക. വിട്ടിട്ട് സൈഡിൽ എന്ത് ചെയ്യൂ, ഏതാണ് ക്വസ്റ്റ്യൻ ആൻസർ എത്താറായി എന്നാൽ കിട്ടത്തില്ല അവസ്ഥയാണെങ്കിൽ F ഇട്ട് വെക്കൂ, ഫെമിലിയർ ഇട്ട് വെക്കൂ, എന്നിട്ട് അങ്ങ് പോവൂ. എന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അറിയാവുന്നതൊക്കെ കഴിഞ്ഞു, എന്നിട്ടും സമയമുണ്ടെങ്കിൽ തിരിച്ചത്തിൽ വരാമല്ലോ. ലോജിക്കല്ലേ അത്? അത് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യനും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. തീരുമാനമായല്ലോ? അതും തീരുമാനമായി. ഇനി അടുത്തതാണ് നിങ്ങൾ കണ്ട ആദ്യത്തെ ടാഗ് ലൈൻ. എന്താണ്? എല്ലാം എഴുതരുത്. 100-ൽ 100 മാർക്ക് വാങ്ങിയ ടോപ്പറെയാണോ നിങ്ങൾ PSCയിൽ കാണാറുള്ളത്? അല്ല, നിങ്ങൾ അങ്ങനെ ഒരു ടോപ്പറെ കാണില്ല. ചരിത്രത്തിൽ തന്നെ നിങ്ങൾ കാണില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ, ഇത് പ്രിലിംസ് ആണ്. ഈ എക്സാം എന്താണ്? ഇത് പ്രിലിംസ് എക്സാം ആണ്. അതായത് ദിസ് ഈസ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ഇതിൻ്റെ മാർക്ക് എടുക്കുന്നില്ല. നിങ്ങൾക്ക് കട്ട് ഓഫ് ആണ് കിടക്കേണ്ടത്. അതിനർത്ഥം നിങ്ങൾ ലാഘവത്തോടു കൂടി എക്സാമിനെ കാണണമെന്നല്ല. പക്ഷെ എന്തല്ല, നിങ്ങൾ അനാവശ്യമായ വലിയ ചോദ്യങ്ങളിൽ സമയം കളയരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത്. ക്വാളിഫയിങ് എക്സാം ആണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? 43 നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനും ടഫ് ആയിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ വിട്ടോളൂ. അപ്പോഴും 70 മാർക്കുണ്ട്. 70-ൽ നിങ്ങൾ 43-ന്റെ മുകളിൽ വാങ്ങിയാൽ മതി. കഴിഞ്ഞ തവണത്തെ കാര്യമാണ് പറഞ്ഞത്, കഴിഞ്ഞ തവണ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ എക്സാമിനെ ബുദ്ധിപൂർവ്വം എടുക്കുക. എല്ലാം ഞാൻ ശരിയാക്കിയിരിക്കും എന്ന വാശി കളയുക. അത് നിങ്ങളുടെ സമയം മാത്രമേ കളയുള്ളൂ. നിങ്ങളുടെ ക്ലിയർ ആവാനുള്ള ചാൻസസിനെയാണ് അത് ബാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ, ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. 13ാമത്തെ ക്വസ്റ്റ്യൻ ജിയോഗ്രഫിയാണ്. ഇത് എന്താണ്? ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മൺസൂൺ ക്ലൈമറ്റിനെയും ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏതാണ് ഈ ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും മൺസൂൺ ക്ലൈമറ്റും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത്? ഇത് വായിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ എത്ര സമയം വരും? ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ അല്ല. ഒന്നാമത് ഞാൻ പറയട്ടെ, ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ അല്ല. നിങ്ങളിത് മൊത്തം വായിച്ച് തീർത്ത് കഴിഞ്ഞാൽ ജിയോഗ്രഫിയുടെ നമ്മുടെ ക്ലാസ് ഏതാണ്ട് കണ്ട് മൺസൂൺ വരുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇന്ത്യയിലുള്ള ആരാവലീസും ഈസ്റ്റേൺ ഗാട്ട്സും ഡെക്കാൻ പ്ലാറ്റുവും ഹിമാലയാസും എല്ലാം ഒരുപോലെ എന്താണ് റീജിയണൽ വേരിയേഷന് കാരണമാകുന്നുണ്ട്. ഓറോഗ്രാഫിക് റെയിനൊക്കെ നമ്മൾ വൃത്തിയായി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇത് സെക്കൻഡ് ഓപ്ഷൻ വായിച്ചാൽ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ, നമുക്ക് വേഗത്തിൽ കിട്ടും. പക്ഷേ ഇത് വായിച്ച് വരുന്ന സമയത്ത്, ഈ സെക്കൻഡ് ഓപ്ഷൻ വരെ വായിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും ഈ പൊളിറ്റിയുടെ 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓർ ഈസ് ട്രൂ ഇൻ ആന്റി ഡിഫെക്ഷൻ ലോ? 1985-ലാണെന്ന് അറിയാം. 52ാമത്തെ അമെൻമെന്റ് ആണ് ഇതെന്ന് അറിയാം. 10th ഷെഡ്യൂൾ ഇതിൽ കൂടെയാണെന്നും അറിയാം. വായിച്ചു കഴിഞ്ഞു അല്ലേ? നിങ്ങൾ ഈ ആദ്യത്തെ ഈ ക്വസ്റ്റ്യനും ഫസ്റ്റ് ഓപ്ഷനും വായിച്ച് കഴിയുമ്പോഴേക്കും ഇത് മൂന്നും വായിച്ച് ഓൾ ദ എബോവ് ആണ് ശരി എന്നും പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. ആ സമയം നിങ്ങൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് ഇത്രയും വലിയ ചോദ്യം ആൻസർ ചെയ്താണ് ഈ ചെക്കന് 2 മാർക്ക് ഇരുന്നോട്ടെ, ഇതിന് 1 മാർക്ക് മതി എന്നാണോ PSC പറയുന്നത്? അല്ല അല്ലേ? വളരെ കൃത്യമായിട്ട് എല്ലാത്തിനും 1 മാർക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ രീതിയിൽ വലിയ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അതൊന്ന് വിട്ട് പോയേക്കുക. ഇനി നിങ്ങൾക്ക് അത്രയും ഫെമിലിയർ ആണ്, കിട്ടിയിരിക്കും, ഇതെനിക്ക് അറിയാം, മൺസൂൺ എനിക്ക് കാണാപ്പാടാണ്, ഇത് കിട്ടിയിരിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, വായിച്ച് വേഗം സെക്കൻഡ് ഓപ്ഷനിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് മനസ്സിലാക്കാനും ബാക്കിയുള്ളത് ഓടിച്ച് നോക്കിയിട്ട് ഇതിൽ ലോജിക്കൽ ഫാലസീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. 1-1.5 മിനിറ്റ് കളഞ്ഞാലും 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തിട്ട് പൊക്കോളൂ. പക്ഷേ
എപ്പോഴും ജനറൽ റൂൾ, തമ്പ് റൂൾ എന്താണ്? ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? തമ്പ് റൂൾ ഇതാണ്. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ധാരാളം വരും. ചെയ്യേണ്ട കാര്യം എന്താണ്? 3 റൗണ്ട് ഫോർമുല അഥവാ 3R ഫോർമുല അപ്ലൈ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു തവണ അത് പഠിച്ച് അവസാനിപ്പിച്ച് വരാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം നിങ്ങൾ വായിക്കുമ്പോൾ അത്രയും കോൺസെൻട്രേഷനോടുകൂടി വായിക്കണം. രണ്ടാമത്തെ തവണ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരരുത്. സമയനഷ്ടമാണ്. നിങ്ങൾക്ക് ആ എബിലിറ്റി വരണം. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തെ തവണ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരരുത്. ആ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉള്ളിലോട്ട് കയറി പോകണം, ഓപ്ഷൻസ് കയറി പോകണം. സെക്കൻഡ് റൗണ്ട് റീഡിങ്ങിന് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയണം ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതിൽ ഒന്നുകൂടി വായിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെയും ഇരുന്ന് എന്ത് ചെയ്യേണ്ടി വരരുത്, പിന്നെയും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അത്രയും കോൺസെൻട്രേഷനോട് കൂടി എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ബേസിക് റൂൾസ് കൃത്യമായ സ്ഥിതിക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഈ വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ, ഒരു 5 ദിവസത്തിൽ ഓൾറെഡി നമ്മൾ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് നമ്മളൊരു ക്രാഷ് ടെസ്റ്റ് സീരീസ് എന്ന് വെച്ചിട്ട് ജി കെ പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്? ഒരു 30 ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോരോ ജി കെ പോർഷനിൽ നിന്നും, പൊളിറ്റി ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, അതുപോലെ തന്നെ എന്താ പറയുക, കമ്പ്യൂട്ടർ സയൻസിന് വരുന്നുണ്ട്, പൊളിറ്റി വരുന്നുണ്ട്, ജിയോഗ്രഫി ഉടനെ വരാൻ പോകുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാമുള്ള ആർട്ട് ആൻഡ് സയൻസിൻ്റെയും അപ്ലോഡ് ആവാൻ പോവുകയാണ്. അടുത്ത 5 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ജി കെയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിറയെ തന്നുകൊണ്ടുള്ള, മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജി കെ ഭാഗം കവർ ചെയ്ത് ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്രാഷ് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട്. ഇത് പെയ്ഡ് ടെസ്റ്റ് അല്ല, ഒന്നുമല്ല. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഞാൻ അഗെയിൻ പറയുന്നു, നിങ്ങളതൊരു ടെസ്റ്റായി തന്നെ ഞങ്ങൾ തരുന്ന ലിങ്കിലേക്ക് കയറി, അത് കുറച്ച് പാടാണ്, ഒരു 2 മിനിറ്റ് എക്സ്ട്രാ എടുക്കും, ശരിയാണ്. കാരണം എന്ത് ചെയ്യണം? ലിങ്കിൽ കയറണം, എന്ത് ചെയ്യണം? ചില നിങ്ങളുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് കയറി എക്സാം എഴുതേണ്ടി വരും. പക്ഷേ ആ 2 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു എക്സാം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എഗെയിൻ തുടക്കത്തിൽ പറഞ്ഞ് ആലോചിക്കുക, നിങ്ങളുടെ 2 മിനിറ്റ് ലാഭിക്കാം, PDF വരട്ടെ, വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ടെസ്റ്റായി അപ്പുറത്ത് എന്താ പറയുക? മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ? അവിടെ ക്ലോക്ക് ഓടുന്നത് കണ്ടുകൊണ്ട് ആ ടെൻഷനോട് കൂടി എക്സാം എഴുതുക, ടെസ്റ്റ് എഴുതുക. ഈ ജി കെ ഭാഗങ്ങളൊക്കെ നമുക്ക് പരമാവധി എല്ലാ ഭാഗങ്ങളും, ഹിസ്റ്ററി നമുക്ക് കവർ ചെയ്യാം. ഒരു ഫുൾ ജി കെ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓരോന്നുമായിട്ട് പൊളിറ്റി, ആർട്ട്, കൾച്ചർ, ആ ഭാഗങ്ങൾ, ഇത് ഓരോന്നുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ ടെസ്റ്റുകൾ ഇനി വരാൻ പോകുന്ന 5 ദിവസം നിങ്ങൾക്ക് തരാൻ പോകുന്നതാണ്. ടെസ്റ്റായി തന്നെ ദയവ് ചെയ്ത് എഴുതാൻ ശ്രമിക്കും. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റായി തന്നെ അത് എഴുതണം. വെറുതെ PDF ഇരുന്ന് വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, ഈ ടെസ്റ്റായി എഴുതുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് യു വിത്ത് ദ എബിലിറ്റി ടു ഡു ക്വസ്റ്റ്യൻസ്. നമുക്ക് പഠിക്കുന്നത് പോലെ തന്നെ എക്സാം എഴുതലും എന്താണ്? ഒരു ആർട്ടാണ്. പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്. നമുക്ക് മുഴുവൻ അറിയില്ലെങ്കിലും ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണ്ട് ഇതാവാൻ സാധ്യതയുണ്ടല്ലേ എന്ന് നമുക്കുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ വരുന്നത് എക്സാം എഴുതിയിട്ടാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഒരാൾ ഫുട്ബോൾ കളിച്ചിട്ട് അയാൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലത്ത് നിന്ന് അയാൾ എങ്ങനെ ഇറങ്ങിപ്പോകുന്നത്? അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചുറ്റുമുള്ള ആൾക്കാർ 3 പേരുണ്ടെങ്കിലും അവരെങ്ങനെ മൂവ് ചെയ്യുമെന്ന് ഇയാൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് അയാൾ ബോൾ എടുത്ത് അയാൾക്ക് പോകാൻ പറ്റുന്നത്. അതാണ് അയാളുടെ എബിലിറ്റി, അതാണ് അയാളുടെ ടാലൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാലൻറ്റ് വരുന്നത് എങ്ങനെയാണ്? പ്രാക്ടീസാണ്. എക്സാമും അങ്ങനെയാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എക്സാമായി തന്നെ അപ്രോച്ച് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങളെ വേഗത്തിൽ ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലേ, വർഷങ്ങളായിട്ട് UPSCയിൽ ആളുകൾ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇപ്പോൾ PSCയിലും എലിമിനേഷൻ മെത്തേഡ് ധാരാളമായിട്ട് വരുന്നുണ്ട്. പക്ഷേ എലിമിനേഷൻ മെത്തേഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നിട്ടും എങ്ങനെ നിങ്ങൾ അവരുടെ മുന്നിലേക്ക് പോകാൻ പോകുന്നത്? പ്രാക്ടീസ്. എത്രയും വേഗം ഒറ്റ വായനയിൽ വേഗം കണ്ട് എങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും? സ്പീഡ്, ടൈം മാനേജ്മെൻറ്റ്, അതിനെന്ത് ചെയ്യണം? ടെസ്റ്റുകൾ തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഫ്രീ ടെസ്റ്റുകൾ നമ്മൾ തരുന്നത്. ഈ GK ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് ടൈം മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ട് എഴുതാനായിട്ട് നിങ്ങൾക്കിത് തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അവസാനത്തെ ലൈൻ, ഭയം വേണ്ട. പേടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിനെ കൂടി ഇല്ലാതാക്കുന്ന ഒരാളാണ്. സോ ഫിയർ ഈസ് ദ മൈൻഡ് കില്ലർ എന്ന് പറയും. ഡ്യൂൺ എന്ന് വെച്ചിട്ടുള്ള ഒരു 2 മൂവീസ് ഉണ്ട്, ഇറങ്ങിയിട്ട് 3rd സീരീസും കൂടി വരാൻ പോകുന്നുണ്ട്. ഒരു ഭയങ്കര ബ്രില്യൻ മൂവിയൊക്കെ, കഴിഞ്ഞ തവണ ഓസ്കാറിലൊക്കെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളൊരു മൂവിയായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൂവികളിലൊന്നാണ്. അതിൽ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, എന്താണ്? ഫിയർ ഈസ് ദ മൈൻഡ് കില്ലർ. ഫിയർ ഈസ് മൈൻഡ് കില്ലർ. അത് മനസ്സിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭയം എന്ന് പറയുന്നത്. പരീക്ഷാ ഹാളിൽ ഭയം വേണ്ട.
നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചു, ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ മുകളിൽ. മനസ്സിലാവുന്നുണ്ടോ? എക്സ്ട്രാ ഇനി ഒന്നും അതിൽ ചെയ്യാനില്ല. എന്ത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ? ഇനി എക്സാം എഴുതുക എന്നത് മാത്രമാണ്. നിങ്ങൾക്ക് എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഏറ്റവും എളുപ്പമുള്ള, നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് മാത്രമേ നിങ്ങൾ ആദ്യത്തെ റൗണ്ട് പോകുന്നുള്ളൂ. സെക്കൻഡ് റൗണ്ട് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് സമയം പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിഫിക്കൽട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഭയപ്പെടില്ല. അതുപോലെ തന്നെ വലിയ ലെറ്ററിൽ ഞാനിവിടെ എന്താണ് എഴുതുന്നു? യു വിൽ കംപ്ലീറ്റ് ദ എക്സാം. നിങ്ങൾ എന്ത് ചെയ്യും? എക്സാമിലെ 100ാമത്തെ ചോദ്യം വരെയും നിങ്ങൾ കണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞിട്ട് നേരെ 100 പോയി നോക്കിയിട്ട് തിരിച്ചു വരരുത്. എന്ത് ചെയ്യണം? 100 ചോദ്യങ്ങളും നിങ്ങൾ വായിച്ചിരിക്കണം, നിങ്ങൾ കണ്ടിരിക്കണം. ഇത് ഉറപ്പിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാം, ചാൻസസ് ഓഫ് ക്ലിയറിംഗ് ദ എക്സാം വിൽ ഗോ അപ്പ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ ലാഘവത്തോടു കൂടി ഇതിനെ കാണാണ്ട് വളരെ സീരിയസ് ആയിട്ട് കാണുക. പക്ഷേ ആ സീരിയസ്നെസ് ഭയമായിട്ട് മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. റിലാക്സ്ഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും വളരെ നല്ലൊരു എക്സാമായി മാറട്ടെ. താങ്ക് യു വെരി മച്ച്.